Hello friends, welcome back to another video. You are watching GigaFiber Broadbrand. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്താ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഒരു ടെക് അപ്ഡേറ്റ്സ് ആണ്. ടെക് അപ്ഡേറ്റ്സ് നമ്മൾ ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോയെക്കുറിച്ചാണ്. ഇപ്പോൾ ജിയോ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ജിയോയെക്കുറിച്ച് അറിയാം. നമ്മുടെ മൊബൈൽ ഡേറ്റ നമ്മൾ നേരത്തെ ഒരു 100 MB ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം 1 GB പെർ ഡേ 1 GB അൺലിമിറ്റഡ് പാക്കൊക്കെയാണ് റീചാർജ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം കാരണം അതായത് ജിയോ എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് കൊണ്ടുവന്നതാണ്. അമ്പനി ജിയോ എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു മാറ്റമാണ് ഇപ്പം ബ്രോഡ്ബാൻഡ് യൂസ് ചെയ്യുന്നവർക്കറിയാം. അതായത് കുറേ നെറ്റ്വർക്ക്സിൻ്റെ ബ്രോഡ്ബാൻഡ് ഉണ്ട്. അപ്പോൾ അതിലൊന്നും 100 MB പെർ സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞ് വലിയ അതിൻ്റെ ഡാറ്റ പ്ലാൻസിനൊക്കെ ഒരുപാട് വലിയ റേറ്റാണ് കൊടുക്കുന്നത്. പക്ഷേ അത്ര റേറ്റ് കൊടുത്തിട്ട് പോലും നല്ല സ്പീഡ് കിട്ടുന്നുമില്ല. അതുതന്നെയല്ല വല്ലപ്പോഴേക്ക് നെറ്റ് കട്ടാവുക, അങ്ങനെ ഭയങ്കര ദാരിദ്ര്യമാണ് നമ്മുടെ ബ്രോഡ്ബാൻഡ് കാര്യം. അപ്പോൾ അതിൻ്റെ ഇടയിലോട്ട് ഇപ്പം ജിയോയുടെ ഒരു ബ്രോഡ്ബാൻഡ് വരുന്നുണ്ട്. അതായത് ജിയോ GigaFiber എന്ന് പറഞ്ഞൊരു ബ്രോഡ്ബാൻഡ് അവർ ഇറക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ലീക്ക് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ മിക്കവാറും അടുത്ത മാസങ്ങളിൽ എന്തായാലും വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊരു 100 MB പെർ സെക്കൻഡ് എന്ന് പറഞ്ഞൊരു ഡാറ്റ പ്ലാൻ ഉണ്ട്. അതിന് വെറും 700 രൂപയ്ക്ക് 100 MB പെർ സെക്കൻഡ് എന്നൊരു ഡാറ്റ പ്ലാൻ അവർ കൊണ്ടിട്ടുണ്ട്. എത്ര GB ഉണ്ടെന്നൊന്നും അറിയത്തില്ല. പിന്നെ അതിനുള്ള അതിനകത്ത് 1 GB പെർ സെക്കൻഡിലുള്ള ഒരു ഡാറ്റ പ്ലാനും ഉണ്ട്. അതിന് ഏകദേശം റേറ്റ് 10,000-നോട് സംതിങ് വരുന്നുണ്ട്. അപ്പം അതെന്തായാലും നമ്മൾ അത്രയും യൂസൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതെന്തായാലും ആർക്കും യൂസ് ഇല്ല. മെയിനായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന 700 രൂപയുടെ 100 MB പെർ സെക്കൻഡിലുള്ളൊരു പ്ലാൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ജിയെക്കുറിച്ചാണ്. പബ്ജി എല്ലാവർക്കും അറിയാം. പബ്ജി കളിക്കുന്ന എല്ലാവർക്കും ഇറാങ്കിൾ മാപ്പാണ് കൂടുതൽ ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാങ്കിൾ മാപ്പാണ് നമ്മൾ ആദ്യമേ കളിച്ചത്. പിന്നെ അത് തന്നെയല്ല, ഇറാങ്കിൾ മാപ്പ് തന്നെ ഒരു വേറെ ലെവലാണ്. ആ ഇറാങ്കിൾ മാപ്പിൽ പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നത്. അതായത് ഇന്ന് എൻ്റെ മെയിൻ്റെനൻസ് നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ നടക്കുമ്പോൾ മിക്കവാറും നാളെ വരുമായിരിക്കും. അപ്പം ഇറാങ്കിൾ മാപ്പിൻ്റെ അപ്ഡേറ്റ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ കരിഞ്ഞൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോൾ മിക്കവാറും ഈ ഇറാങ്കിൾ മാപ്പ് 2.0 എന്ന് പറഞ്ഞൊരു അപ്ഡേറ്റ്സാണ് അവർ കൊണ്ടുവരുന്നത്. അതെന്ന് വെച്ചാൽ ഈ ഇറാങ്കിൾ മാപ്പ് മൊത്തത്തിലൊരു കളർഫുൾ ആക്കുന്നുണ്ട്. അതായത് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ചെറിയൊരു ആനിമേഷൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. അതായത് പഴയ ഇതായിട്ടിരുന്ന എല്ലാം ഒന്ന് കളർഫുള്ളാക്കി എടുത്തിട്ട് ഒന്ന് പുതിയ സെറ്റപ്പാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും 2.0 എന്ന് പറഞ്ഞ അപ്ഡേറ്റ് പബ്ജിയിൽ കിടക്കാച്ചായിരിക്കും. അപ്പോൾ അടുത്തെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ OnePlus ഒരു TV ഇറക്കുന്നുണ്ട്. അതായത് OnePlusൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ OnePlusൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറവായിരിക്കും. പക്ഷേ അതിൻ്റെ സ്പെസിഫിക്കേഷൻ കുറച്ചുകൂടി കൂടുതലായിരിക്കും. അതായിരിക്കും OnePlusൻ്റെ പ്രത്യേകത. അത് നല്ലൊരു TV ആയിരിക്കും. കാരണം അതിൻ്റെ ഡിസൈനും കാര്യങ്ങളോ അതിൻ്റെ ഇതൊന്നുമില്ല. ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഫോട്ടോ കിട്ടുവാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കാം. അപ്പം അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോണിനെ കുറിച്ചാണ്. ഐഫോൺ പ്രോ എന്ന് പറഞ്ഞൊരു വേർഷൻ അവർ ഇറക്കുന്നുണ്ട്. ഓൾറെഡി തന്നെ ഐഫോൺ ഒരു പ്രോ ലെവലിലാണ്. അതായത് നല്ലൊരു മാക്സിമം സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഹൈ ആൻഡ് സെക്യൂരിറ്റി ഒരു ഇതാണ് അവർ തരുന്നത്. അപ്പോൾ ഐഫോൺ പ്രോ എന്ന് പറഞ്ഞ് ഇറക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. നല്ലൊരു ലെവലിലായിരിക്കും സാധനം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആഴ്ചത്തെ ടെക് അപ്ഡേറ്റ്സ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ. ഒപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് നമ്മൾ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.